നമ്മളെ ജോസഫേട്ടൻ ഇരിപ്പുണ്ട്. ആദ്യത്തെ ആർട്ടിക്കിൾ വന്നത് തൊട്ട് നോവൽ എഴുതുക. ഞാൻ നീയോ എന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുതൽ നോവലൊക്കെ നമ്മൾ അപ്പം എന്നോട് പറഞ്ഞു തന്ന കാര്യം തന്നെ ഞാൻ പറയാം. രാവിലെ എഴുന്നേൽക്കണം, ആ ഒരു ബഹളമൊന്നും ഇല്ലാത്ത. ഞാനാണെങ്കിൽ ഭയങ്കര ഉറക്കക്കാരിയാണ്, പക്ഷെ നമുക്ക് എഴുതണം എന്നുള്ളൊരാഗ്രഹം വരെ. എഴുതുക എന്നുള്ള നമ്മുടെ മാത്രം ആവശ്യമാണ്, വേറെ ആരുടെ ആവശ്യമല്ല. ആ ഫീലിംഗ് വന്നാൽ, പ്രത്യേകിച്ചും ഫിക്ഷനൊക്കെ വന്നാൽ നമ്മൾ എഴുതിപ്പോവും. അപ്പോൾ എഴുതണം, എങ്ങനെ എഴുന്നേക്കണം? വീട്ടിൽ ബഹളമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അങ്ങ് അവിടെ പോയിട്ട് ഒരു മലയിൽ പോയി ഒരു ഗസ്റ്റ് ഹൗസ് എടുത്തൊക്കെ ഇരുന്ന് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. അപ്പോൾ ആരും ബഹളം വെക്കാത്ത സമയത്ത് മോർണിംഗിൽ എഴുന്നേറ്റിരുന്ന് ചെയ്യുക, ഒരു 3-4 മണിക്കൂർ. ഞാൻ എങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്കൊരു പീസ് വരും. എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ പീസിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാലും നമുക്ക് ശരിക്കുമുള്ള, എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു പുതിയ റൈറ്ററാണ്, ഞാൻ അതൊക്കെ പറയുന്നതിനേക്കാളും വലിയ വലിയ റൈറ്റേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം, എന്നെ പീസിലാക്കി വെക്കാൻ ഞാൻ നന്നായിട്ട് ശ്രമിച്ചു. അപ്പം നമ്മളെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ അടുത്തോട്ട് പോലും പോവില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കുട്ടികളുടെ കൂടെ പോയിരിക്കും. അതായത് മുതിർന്നവർ എന്തെങ്കിലും ഒരു വാക്ക് വന്നാൽ നമുക്കൊരു ഹർട്ടായ പിന്നെ നമ്മൾ അതിൻ്റെ സങ്കടം കൊണ്ട് 1-2 ദിവസം, അതായത് നമ്മളെ കുറച്ച് എഴുതുന്ന സമയത്ത് മനസ്സിനെ പീസാക്കി വെക്കുക, ചുറ്റുമുള്ള സറൗണ്ടിങ്ങും പീസാക്കി വെക്കുക. എനിക്ക് വന്നപ്പോഴത്തേക്കും തന്നെ വന്നോളും ഒരു സമാധാനമായിട്ട് ഇരുന്ന് എഴുതാനുള്ള ഒരു സ്ഥലം. അപ്പം എനിക്ക് തോന്നുന്നു എവിടുന്നോ നമ്മൾ എഴുതി കഴിയുമ്പോൾ, അങ്ങനെ ഈ മോർണിംഗിലൊക്കെ എഴുതിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ എഴുതിയതാണോ എന്ന് വിചാരിക്കുന്ന പോലെ അത് വായിച്ച് കഴിയുമ്പോൾ, അതേസമയം എത്ര വലിയ ചിലർക്കൊക്കെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് എഴുതും. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, ആള് തിരക്കുള്ള ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് എഴുതും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എൻ്റെ നടുക്കിരുന്ന് ഇങ്ങനെ ആൾക്കാരെയൊക്കെ നോക്കി അപ്പോഴത്തേക്ക് ആൾക്ക് എഴുത്ത് വരും. അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറേ വായിക്കും. കുറേ വായിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തന്നെ എന്നാൽ നമുക്ക് എഴുതിത്തോളാം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. എല്ലാവരും എഴുതുന്നവരാണ്, എല്ലാവർക്കും ഓരോരോ രീതിയുണ്ട്. എൻ്റെ രീതിയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ രാത്രി വൈകിയിരുന്ന് എഴുതുന്നൊരു ശീലമില്ല. എനിക്ക് തോന്നുന്നു അന്നേരത്തേക്ക് ക്ഷീണമായി, വീട്ടിലത്തെ കാര്യങ്ങളും മക്കളുടെ കാര്യം എല്ലാം കഴിയുമ്പോഴത്തേക്കും ക്ഷീണമായി കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയം. പിന്നെ അതിനിടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ നോവൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക, ഈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടും. അപ്പം എയർപോർട്ടിൽ വെച്ചിട്ട് മാതൃഭൂമിയുടെ സിദ്ധാർത്ഥനെ, നമ്മുടെ ഷബീൻ ഇക്ബാലിനെയും കാണുന്ന ഒരു ഇത്തവണത്തെ ക്യൂറേറ്റർ ആട്ടോ ഫെസ്റ്റിവലിൻ്റെ. അദ്ദേഹം ഒരു നല്ലൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്. പെൻഗിൻ്റെ അല്ലേ നോവൽസ്, അധികം കുറേ നോവലൊക്കെ. അപ്പം എന്നോട് വെച്ചാൽ നോവൽ എന്തായി? ഞാൻ പറഞ്ഞു, അയ്യോ അന്നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ ഒന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ ക്ഷീണം കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിപ്പോൾ എഴുതാൻ പറ്റില്ല. അപ്പം പറഞ്ഞു, ഒരു ദിവസം ഒരു 2000 വാക്കെങ്കിലും വേർഡ്സ് എഴുതുക എന്നുള്ളത് വെക്കണം. അത് കൊള്ളൂല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കളഞ്ഞേക്ക്, പക്ഷെ നിർബന്ധമായിട്ട് അങ്ങനെ വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേരുടെ അങ്ങനത്തെ ടിപ്സൊക്കെ ഞാൻ സ്വീകരിച്ചു. കാരണം ഞാനൊരു ന്യൂ റൈറ്ററാണ്, എനിക്കും ഇതുപോലെ തന്നെ കാര്യമായിട്ട് അറിയില്ല. ഞാൻ എല്ലാം സ്വീകരിച്ച് എല്ലാം ഒന്ന് ട്രൈ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സമയം വെച്ച് എഴുതി കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് 1 വർഷം കൊണ്ട്. ആദ്യത്തെ 1 വർഷം ഇങ്ങനെ പതുക്കെ സ്ലോ പേസിൽ ഇങ്ങനെ പോയെങ്കിലും 2 വർഷം എടുത്തു എഴുതാൻ. അത് 2ാമത്തെ വർഷം എനിക്ക് പറ്റിയത്, എനിക്കൊരു ഇന്ന് ഞാൻ ഇത്ര എഴുതുമെന്ന് വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും രാവിലെ എഴുന്നേറ്റിരുന്ന് കുറച്ച് ഇത്രയൊക്കെ പറയാറുണ്ട്. എഴുതുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയെങ്കിലും അതിന് ടൈം കണ്ടുപിടിക്കും എന്ന് എനിക്ക് തോന്നുന്നു.